നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 5 മാസത്തോളം കുടിശ്ശികയായി കിടക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ചട്ടം 300 പ്രകാരം ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന നിയമസഭയിൽ ഉണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റ കനത്ത തോൽവി താമസിച്ചുള്ള പെൻഷൻ വിതരണവും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ആനുകൂല്യങ്ങളുമൊക്കെ വിതരണം ചെയ്യാത്തത് കൊണ്ടാണെന്ന് വലിയ വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുമൊക്കെ എപ്പോൾ വിതരണം ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയായിരിക്കും വിതരണം ചെയ്യാൻ കഴിയുക എന്നുമൊക്കെ മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേക പ്രസ്താവനയിലൂടെ വിശദീകരിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്രം അകാരണമായി പല ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്നത് കൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കാത്തത്, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ കഴിയാഞ്ഞത് എന്നൊക്കെ പല മന്ത്രിമാരും നേതാക്കളും ഒക്കെ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യമൊക്കെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ക്ഷേമ പെൻഷൻ എങ്ങനെയാണ് കൊടുത്തു തീർക്കാൻ കഴിയുക? നമുക്കറിയാം, ഒരു മാസം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ 900 കോടി രൂപയാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ 5 മാസത്തെയോളം പെൻഷൻ കൊടുക്കുവാനുണ്ട്. 4500 കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ ഈ കുടിശ്ശിക പെൻഷൻ മാത്രം കൊടുത്തു തീർക്കുവാൻ കഴിയുള്ളൂ. കൃത്യമായും സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ, അതായത് സർക്കാർ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുത്തുകൊണ്ട് വീണ്ടും സംസ്ഥാനത്തെ പാർട്ടി, അതായത് LDF ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയിലൂടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് എന്നാണ് പെൻഷൻ കൊടുത്തു തീർക്കുക, എങ്ങനെയായിരിക്കും ഇതിൻ്റെ വിതരണം എന്നൊക്കെ ഇന്ന് അറിയാൻ കഴിയും. വിശദമായ അറിയിപ്പുകൾക്കായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്